മുംബൈ യാത്രയുടെ വിശേഷങ്ങൾ നിറഞ്ഞ മറ്റൊരു വീഡിയോ. ബൃഹത്തായ മെട്രോ യാത്ര ചെയ്തിറങ്ങിയ രാഷ്ട്രീയ ഉദ്യാൻ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഗൂഗിൾ മാപ്പിൽ കണ്ടെത്തിയ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഒരു 6-7 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പൊ അവിടേക്ക് ഓട്ടോ പിടിച്ചു പോവുകയാണ്. ഓട്ടോയിൽ കയറി കഴിഞ്ഞാണ് അറിഞ്ഞത് ആ സ്ഥലം സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന് ഉള്ളിലാണെന്ന്. ധൈര്യമായിരുന്നു കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് വണ്ടി വിട്ട ആ ഓട്ടോ ഡ്രൈവർ ഒരു 150 മീറ്റർ എത്തിയപ്പോൾ കണ്ട നാഷണൽ പാർക്കിന്റെ ചെറിയ കവാടത്തിലൂടെ ഇടിച്ചു കുത്തി അകത്തേക്ക്. അപ്പോഴാണ് അവിടെ നിന്ന് സെക്യൂരിറ്റികൾ പിന്നീന്ന് വിളിച്ചിട്ട് പറഞ്ഞു, കേറിയ പോലെ തന്നെ തിരിച്ചു വിട്ടു, ആരോടും പറയണ്ടെന്ന്. ടാക്സി വണ്ടികൾ ഒന്നും അകത്തേക്ക് കടത്തിവിടില്ലെന്ന്. കുത്തിക്കയറ്റിയ വണ്ടി അതുപോലെ തിരിച്ചിറക്കിയിട്ട് ഓട്ടോ ചേട്ടൻ പറയുക 50 രൂപ വേണമെന്ന്. അങ്ങാടി തോറ്റത്തിന് അമ്മയോട്. ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇവനൊരു പുലിയാണ്. വിഷ്ണു ചാടി വീണു. അപ്പോ മീറ്ററിൽ കാണിക്കുന്ന മിനിമം ചാർജ് മതിയെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് ഒതുങ്ങി. അങ്ങനെ 23 രൂപ ചില്ലറ വരെ കൊടുത്തിട്ട് നേരെ അകത്തേക്ക്. അകത്തേക്ക് കയറി ഞങ്ങളെ മാടി വിളിക്കുന്ന ചെറുപ്പക്കാർ. നിങ്ങൾക്ക് പോകേണ്ട സ്ഥലത്തേക്ക് സൈക്കിളിൽ പോകണമെങ്കിൽ സൈക്കിൾ റെന്റിന് തരുന്ന ടീമാണ്. 1 മണിക്കൂറത്തേക്ക് വെറും 150 രൂപ മാത്രം. നമ്മളാണെങ്കിൽ സൈക്കിൾ കാണാത്തൊന്നുമല്ല. യാതൊരു പരിചയമില്ലാത്ത സ്ഥലത്ത് വെറുതെ സൈക്കിൾ ഇത്രയും രൂപ കൊടുത്ത് ചവിട്ടേണ്ട കാര്യമില്ല എന്ന് കരുതി നേരെ നടന്ന് മുമ്പോട്ട്. അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറും ഒരു കവാടവും ഒക്കെ ഉണ്ട്. ഇരു സൈഡിലും നീണ്ട റേറ്റുകളുടെ ഒരു ലിസ്റ്റും ഫ്ലെക്സ് ബോർഡിലുണ്ട്. അമ്മോ, ലിസ്റ്റ് കണ്ട് കണ്ണു തള്ളി. എങ്ങനെ കയറും, എങ്ങനെ വീഡിയോകൾ പകർത്തും, ഇത്രയും ദൂരം എങ്ങനെയാണ് യാത്ര എന്നിങ്ങനെ കുറെ ചോദ്യവുമായി ഒരൊറ്റ നിൽപ്പാണ്. ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. എന്തായാലും കാര്യങ്ങൾ അന്വേഷിച്ച് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വിഷ്ണു പോയി. ടിക്കറ്റ് എടുത്തു വന്നപ്പോൾ 2 കാര്യങ്ങൾ അറിഞ്ഞു. ഒന്ന്, ഇവിടെ നിന്ന് ബസ് ഉണ്ട് പോകാൻ. 2, ഈ പാർക്കിലേക്ക് കയറുന്നതിന് ടിക്കറ്റ് റേറ്റ് ഒരാൾക്ക് 94 രൂപ. അങ്ങനെ 188 രൂപ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട്. ക്യാമറയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി 650 രൂപ അടയ്ക്കണം. ആ പൈസയ്ക്ക് കുറച്ചുകൂടി യാത്ര ചെയ്തുകൂടെ? അതുകൊണ്ട് ഈ വീഡിയോകൾ വ്യത്യസ്തമായ മൊബൈലുകൾ ഉപയോഗിച്ചാണ് പകർത്തിയത്. ചില ക്ലിപ്പുകളുടെ ക്വാളിറ്റിയിലുള്ള കുറവുകൾക്ക് ആദ്യമേ തന്നെ ഒരു സോറി. അങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ബസ്സിനടുത്തെത്തി. അത് പുറപ്പെടാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബസ് കയറേണ്ട സ്ഥലത്തേക്ക് വന്നു നിൽക്കുകയാണ്. ഇതുവരെ ക്യൂ നിന്നവരൊക്കെ തള്ളി കയറാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളും അതിൽ കയറി യാത്ര തുടങ്ങി. ഇത്തരം ബസ്സിൽ കയറുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ട് കൈയും കാലും ഒക്കെ മുറിയാതിരിക്കാൻ സൂക്ഷിക്കണം. എങ്ങാനും ജാമ്പവാന്റെ കാലത്തെ ആണെങ്കിൽ സെറ്റിക്കാവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളീ പോകുന്നതിൽ ഭൂരിഭാഗവും കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. ഷോക്കൊന്നും വർക്ക് ചെയ്യാത്ത ഒരു ബസ്സും. അതുകൊണ്ട് ഒരു ഓഫ് റോഡ് റൈഡ് നടത്തുന്ന എക്സൈറ്റ്മെന്റിലാണ് നമ്മുടെ യാത്ര. കിലുകില കിലുങ്ങുന്ന ചില്ലുകളും പറവറ ചിലയ്ക്കുന്ന തകരക്കൂടിന്റെയും ശബ്ദത്തിൽ തല്ലിപ്പറഞ്ഞൊരു കിടിലൻ യാത്ര. സുഹൃത്തുക്കളെ, ഇത് വനമേഖലയാണ്. അതുകൊണ്ട് അത്തരം ചില പോസ്റ്റുകളും കൗണ്ടറുകളും ഓഫീസുകളും പിന്നെ ബോർഡുകളും ഒക്കെ കാണാം ഇവിടെ. പിന്നെ ഇവിടുത്തെ ബോർഡുകളിൽ ഭൂരിഭാഗവും മറാഠിയോ ഹിന്ദിയോ ഒക്കെ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ വായിച്ച് മെനക്കെടാൻ നിൽക്കുന്നില്ല. ഇതിനകത്ത് ഇവിടെ ടാക്സികൾ പുറത്തുനിന്നും അനുവദനീയമല്ല. പകരം ഇതിനകത്ത് ഓടുന്ന പ്രത്യേകം വണ്ടികളുണ്ട്. നല്ല റേറ്റ് ആയിരിക്കും. പോകുന്നതിനിടയ്ക്ക് ആ സ്ഥലത്തേക്ക് നടന്നു പോകുന്ന ആൾക്കാരെ കാണാം. മലകൾ നടന്നു കയറുന്നത് അവിടേക്ക് റോഡില്ലാത്തതുകൊണ്ടൊക്കെയാണ്. പക്ഷെ വണ്ടി ഉണ്ടായിട്ടും റോഡുണ്ടായിട്ടും എന്തിനായിരിക്കും ആളുകൾ നടക്കുന്നത്? ഉണങ്ങി ചൂടുപറക്കുന്ന ഭൂമിയിലെ മരങ്ങളും കല്ലുകളും, ഇടയ്ക്ക് സൈഡിലായി കെട്ടിയിരിക്കുന്ന കൂരകൾ, കുലുങ്ങിയോടുന്ന വണ്ടിയിലെ കാഴ്ചകൾ, മരങ്ങൾക്കിടയിൽ ആനിമൽസിനെ കാണാൻ കഴിയുമോ എന്നാണ് നമ്മുടെ നോട്ടം. അപ്പോഴേക്ക് ടിക്കറ്റ് തരാൻ കണ്ടക്ടർ വന്നു. 2 പേർക്കും കൂടി വെറും 20 രൂപ നിരക്കിൽ യാത്രക്കുള്ള ടിക്കറ്റ് വാങ്ങി. വീണ്ടും പുറത്തെ കാഴ്ചകളിലേക്ക്. ഉണങ്ങി വരേണ്ട ചെമ്മൺ ഭൂമി. കുറച്ചു മരങ്ങളാണെങ്കിൽ ഉണങ്ങി തുടങ്ങിയിരിക്കുന്നു. വെള്ളമൊഴുകുന്ന തോടുകളും പുഴകളും വറ്റിവരണ്ട് പാറക്കൂട്ടങ്ങളായി അവശേഷിക്കുന്നു. അങ്ങനെ നീണ്ടു നിവർന്ന വഴിയിലൂടെ പോകുമ്പോൾ ദൂരേക്ക് നോക്കുമ്പോൾ ഒരു വലിയ മല കാണാം. അവിടേക്കാണ് നമ്മുടെ യാത്ര.
കുന്നിൻ പുറത്തേക്ക് കുത്തനെയുള്ള കയറ്റം വലിഞ്ഞു നിറങ്ങി കയറുവാണ് ബസ്. വിഷ്ണു അതിന്റെ ഇടയ്ക്ക് ചില സുഹൃത്തുക്കളെ കണ്ടെത്തി അവർക്ക് കേരള ടൂറിസത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുവാണ്. അല്ലെങ്കിലും ഒരാളിനെ കിട്ടിയാൽ അവൻ വെറുതെ വിടത്തില്ല. കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റി കേട്ടോ, നമ്മൾ നടന്നു കയറാൻ എത്ര നന്നായി. അങ്ങനെ 6 കിലോമീറ്റർ യാത്ര ചെയ്ത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഉണങ്ങിയ മരങ്ങൾ നിറഞ്ഞ കാഴ്ചകളിലൂടെ കടന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. വണ്ടി നിർത്തി ഇറങ്ങുവാണ്. അങ്ങനെ സ്റ്റോപ്പിൽ ഇറങ്ങിയിരിക്കുകയാണ് ബസ്സിൽ. ഇനിയും തിരിച്ചു പോകാനുള്ള ബസ് വൈകുന്നേരം 6 മണി വരെയുണ്ട് തിരിച്ചു പോകാനുള്ള ബസ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കുറേ കടകളും സാധനമൊക്കെ ഉണ്ട്. ചൂടകറ്റാനുള്ള ഫ്രൂട്ട്സും കുക്കുംബറും ഒക്കെ വിൽക്കാനുണ്ടെങ്കിലും ഇവരിതിനകത്തെല്ലാം മസാല ഇട്ട് തരുന്നത് കൊണ്ട് വാങ്ങിയില്ല. കാരണം പിന്നെ അളവെടുക്കാനേ സമയം കാണത്തുള്ളൂ. എന്തായാലും മുൻപോട്ട് പോയപ്പോൾ അവിടെ കണ്ട ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഉണ്ട്. അവിടെ നിന്നാണെങ്കിൽ ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. മല കയറുന്നതിന് മുമ്പ് കൈയിരിക്കുന്ന കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് കുടിച്ചിട്ട് കയറുവാണ്. ഇവിടെയാണെങ്കിൽ നല്ല ഫിൽറ്റേർഡ് വാട്ടർ ആണ്. തണുത്തതും കിട്ടും തണുക്കാത്തതും കിട്ടും. ഈ ചൂടത്ത് എല്ലാവരും തണുത്തതല്ലേ എടുക്കൂ. അങ്ങനെ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ട് മടപടാന്ന് വെള്ളം കുടിക്കുമ്പോൾ ദേ വരുന്നു കുരങ്ങൻ കൂട്ടങ്ങൾ. ഇവിടെ കുരങ്ങന്മാരേറെയുണ്ട്. അതുകൊണ്ട് കയ്യിലിരിക്കുന്ന എന്തായാലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. BC 3-ാം നൂറ്റാണ്ടിലെ ചരിത്രങ്ങൾ ഉദ്ധരിച്ചെഴുതിയ ബോർഡുകൾ ഇവിടെയുണ്ട്. വായിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാകണം ബോർഡിനടുത്ത് ആരെയും കണ്ടില്ല. നമുക്കിതിന്റെ ചരിത്രമൊക്കെ മല കയറും വഴിക്ക് കാഴ്ചകൾ കാണും വഴി പറയാം. വരുന്ന എല്ലാവരും ഫോട്ടോകൾ പകർത്താനുള്ള തിരക്കിലാണ്. ഞങ്ങളും എടുത്തു 2 സെൽഫി. ഇത് കൻഹേരി കേവ്സിലേക്കുള്ള ദീർഘമായ പടികളാണ്. ഇത് കയറി വേണം മുകളിലെത്താൻ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മൊബൈൽ ക്യാമറ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വളരെ നാച്ചുറലായി മല കയറുന്ന വീഡിയോ എടുക്കണമെന്നുണ്ട്. പക്ഷേ ആ വെക്കുന്ന മൊബൈൽ കുരങ്ങൻ എടുത്തോണ്ട് പോയാലോ എന്ന് കരുതി വളരെ ഒറിജിനലായി ഷൂട്ട് ചെയ്യുവാണ്. അങ്ങനെ നടന്നു കയറി മുകളിലെത്തിയാൽ അവിടെയുമുണ്ട് ടിക്കറ്റ് കൗണ്ടർ. അവിടെ നിന്ന് ഒരാൾക്ക് 25 രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റിയും കാണിച്ച് മുന്നോട്ട് പോവാണ്. ഇതിനകത്ത് എന്തൊക്കെ കാണാമെന്നുള്ളതിൻ്റെ മാപ്പാണ് ഈ കാണുന്നത്. ഇത് നന്നായി, ഇല്ലെങ്കിൽ ആർക്കും മനസ്സിലാത്തില്ല. ഓ, യു ആർ ഹിയർ, ദേ ആർ വാച്ചിങ് അസ്. എന്താണ് വഴിയൊരു കുഴി. 109 കേവ്സ്, വ്യൂയിങ് പോയിന്റ്, ടോയ്ലറ്റ്, കഫറ്റീരിയ, ഡ്രിങ്കിങ് വാട്ടർ. കുരങ്ങന്മാർ റൂട്ടോട്ട് കിടന്ന് കളിക്കുന്നു. കുരങ്ങൻസ് പ്ലേ ഗ്രൗണ്ട്. ചരിഞ്ഞ് ഒടിഞ്ഞു കിടക്കുന്ന വലിയ നടപ്പാതകൾ, കല്ലുകൾ പാകി നല്ല വൃത്തിയായുള്ള പരിപാലനത്തിന്റെ ആദ്യ കാഴ്ചകൾ. നടന്നു കയറുമ്പോൾ കൻഹേരി കേവ്സിന്റെ ദൂരക്കാഴ്ചകൾ, ഭീമാകാരമായ പാറക്കുന്ന്, അതിനിടയ്ക്കുള്ള കേവ്സിന്റെ കാഴ്ചകൾ കാണാൻ മുന്നോട്ട്. എല്ലായിടത്തും കുരങ്ങന്മാര്. ആഹാര സാധനങ്ങൾ തട്ടിപ്പറിച്ചുകൊണ്ട് പോക്കാണ് ഇവരുടെ മെയിൻ. വിശ്രമിക്കാനുള്ള മരച്ചുവടുകളും അരമതിലുകളും, അതിനിടയിൽ നിറയെ ആൾക്കാരും, അവരെ ശല്യം ചെയ്ത് രസിക്കുന്ന കുരങ്ങന്മാരും അതിനോടൊപ്പം കളിക്കുന്ന കുറെ കുട്ടികളും, അവരുടെ ചിരിയും ബഹളവും ഒക്കെ നിറഞ്ഞ ഒരു അന്തരീക്ഷം. ഇനിയുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളുടെ തുടക്കം. ബൃഹത്തായ കൻഹേരി കേവ്സ്. പടിഞ്ഞാറോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന, ചെന്ന് കയറുമ്പോൾ ആദ്യം കാണുന്ന 2 ഭീമാകാരമായ തൂണുകൾ ഉള്ള ഒരു ബുദ്ധവിഹാരമാണ് ഗുഹ നമ്പർ 1. ഗുഹയ്ക്ക് 2 നിലകളുണ്ട്. പക്ഷെ അതിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. പാറയിൽ കണ്ടെത്തിയ തകരാർ മൂലമാകാം ഇതിന്റെ നിർമ്മാണം ഉപേക്ഷിച്ചത്. മുമ്പിൽ തന്നെ രണ്ടാമത്തേതും ഭീകരവുമായ ഒരു ഗുഹ. അവിടെയാണ് ഭൂരിഭാഗം ആളുകളും തമ്പടിക്കാറ്. ഇതിന്റെ ഉള്ളിൽ നല്ല തണലുള്ളതുകൊണ്ടും തണുപ്പുള്ളതുകൊണ്ടും ബാക്കിയുള്ള കേവ്സിലേക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണവും ഇനി നടന്നു പോയവർ ക്ഷീണം തീർക്കാനും ഒക്കെ ഇവിടെയാണ് തങ്ങാറ്. ഈ ഗുഹയ്ക്കുള്ളിൽ 3 സ്തൂപങ്ങൾ പ്രത്യേകം അറകളിലായി കാണാം. എല്ലാ അറയ്ക്കുള്ളിലും വലിയ കൊത്തുപണികൾ കാണാം. അതിൽ പ്രത്യേകിച്ച് അറ 3-ൽ ബുദ്ധൻ നിൽക്കുന്ന രൂപവും നിന്ന് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാകാം അത്തരം ചില അർത്ഥങ്ങൾ നൽകുന്ന രൂപങ്ങളുണ്ട്. ഇത് കൂടാതെ ഈ ഗുഹ 2-ൽ ആകെ 5 ലിഖിതങ്ങളുമുണ്ട്. ഏറെ നേരം നിന്ന് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനും ക്ഷീണമകറ്റാനും അടിപൊളി ഒരു ഗുഹയാണ് ഈ ഗുഹ 2.
മൂന്നാമത്തെ ഗുഹയാണ് ഏറ്റവും അധികം ആളുകൾ കാണാൻ ആഗ്രഹിക്കുക. ഈ ഗുഹയിലെ മുറിക്കുള്ളിലേക്ക് കയറും മുമ്പ് ഒരു വലിയ തിണ്ണ പോലൊരു സ്ഥലമുണ്ട്. ഹിന്ദു, ബുദ്ധ, ജൈന സംസ്കാരങ്ങളിലും ജാവ പോലുള്ള അവരുടെ സ്വാധീന മേഖലകളിലും വ്യാപകമായ വാസ്തുവിദ്യാ ഘടകമായ ദ്വാരകപാലക പ്രതിമകൾ നിർത്തിയിരിക്കുന്ന പ്രവേശന കവാടം. ഈ കേവ്സിന്റെ പ്രധാന അട്രാക്ഷന്റെ ഒരു കാരണം ഭിത്തികൾ നിറയെ കൊത്തി നിർത്തിയിരിക്കുന്ന കൊത്തുപണിയുടെ പ്രത്യേകതയാണ്. 7 മീറ്റർ ഉയരമുള്ള ബുദ്ധന്റെ 2 ഭീമാകാരമായ പ്രതിമകൾ ഇവിടെ അഭിമുഖമായി നിൽക്കുന്നുണ്ട്. അതിൽ ഒരെണ്ണം മറ്റേതിനേക്കാളും കേടുകൾ കൂടാതെ നിൽക്കുന്നു. ഇവിടെ ഇത് കൂടാതെ അനേകം പ്രതിമകൾ കാണാം. എന്നാൽ ഇത്തരം പൂർവ്വ ലിഖിതങ്ങളെ പറ്റിയും പുരാവസ്തു ശാസ്ത്രവുമായി ബന്ധമുള്ളവർക്ക് അത് വിശദീകരിക്കാനാവൂ. വാതിൽ കടന്ന് അകത്ത് കയറിയാൽ ഉറച്ച പാറയിൽ കൊത്തിയെടുത്ത 26 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 15 മീറ്റർ ഉയരവുമുള്ള ഒരു ഹാൾ. മണ്ഡപത്തിൽ ഒരു പഴയ ആലയങ്ങളുടെ മാതൃകയിൽ വരുന്ന ആളുകൾക്ക് നിൽക്കാനുള്ള ഒരിടമുണ്ട്. 2 ഇടനാഴികൾ, 34 തൂണുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇവിടെ കാണുന്ന എല്ലാ തൂണുകളും പൂർത്തിയായിട്ടില്ല. ഒരുപക്ഷെ ഇതിന്റെ പണിയെല്ലാം പല ഘട്ടങ്ങളിലായി നടന്നതായിരിക്കാം. പൂർത്തിയായ തൂണുകളിൽ ആനകളുടെയും നാഗിനികളുടെയും സ്തൂപങ്ങളെ ആരാധിക്കുന്ന മനുഷ്യരുടെയും കൊത്തുപണികളുണ്ട്. കൂടാതെ ആനപ്പുറത്തും കുതിരപ്പുറത്തും സിംഹത്തോടും ഒപ്പമുള്ള മനുഷ്യരും. ഹാളിന്റെ ഏറ്റവും അങ്ങേ അറ്റത്ത് 5 മീറ്റർ ഉയരമുള്ള ഒരു ഭീകര സ്തൂപമുണ്ട്. ഏറെ നേരം കാഴ്ചകളുടെ അർത്ഥമറിയാതെ എന്നാൽ അതിന്റെ മനോഹരത്വം ആസ്വദിച്ച് നിന്നുപോകുന്ന ഒരിടം. അവിടെ നിന്നും ഇറങ്ങി ഈ പാറമലയെ ചുറ്റിയുള്ള വിവിധ കേവ്സിൽ കയറിയിറങ്ങി മുന്നോട്ടു പോവുകയാണ് ഇനിയുള്ള ലക്ഷ്യം. ഇന്ത്യൻ സംസ്ഥാനമായ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായ മുംബൈയുടെ പ്രാന്തപ്രദേശമായ ബോരിവലിയിൽ സ്ഥിതി ചെയ്യുന്ന പാറ കൊണ്ട് ഉണ്ടാക്കിയ സ്മാരകങ്ങളുടെ കൂട്ടമാണ് കാൻഹേരി ഗുഹകൾ. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിന്റെ കാടുകളുടെ ഉള്ളിൽ ഉള്ള ഈ കേവ്സ് മെയിൻ ഗേറ്റിൽ നിന്നും 6 കിലോമീറ്ററും ബോരിവലി സ്റ്റേഷനിൽ നിന്നും 7 കിലോമീറ്ററും അകലെയാണ്. രാവിലെ 9 മണി മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ട്. ഇന്ത്യൻ കലാരൂപങ്ങളിലും സംസ്കാരങ്ങളിലും ബുദ്ധചിന്താഗതിയുടെ സ്വാധീനം കാൻഹേരി ഗുഹകളിൽ കാണാൻ സാധിക്കും. കറുത്ത മല എന്നർത്ഥം വരുന്ന സംസ്കൃത പദമായ കൃഷ്ണഗിരിയിൽ നിന്നുമാണ് കാൻഹേരി എന്ന പേരിന്റെ ഉത്ഭവം. വലിയ ബസാൾട്ടിക് പാറയിൽ നിന്നും കൊത്തിയെടുത്തവയാണ് ഇവ. ക്രിസ്തുവിന് മുമ്പ് ആദ്യ നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവിന് ശേഷം 10ാം നൂറ്റാണ്ട് വരെ ഈ കേവ്സിന്റെ ചരിത്രം നീളുന്നു. ബസാൾട്ടിൽ നിന്നും 109 ഗുഹകൾ ഉണ്ടാക്കിയിരിക്കുന്നു. എല്ലാ ഗുഹകളിലും കട്ടിലായി ഒരു വലിയ പാറകഷണമുണ്ട്. സ്തൂപം എന്ന് പറയുന്ന വലിയ കൽത്തൂണുകളുള്ള ബുദ്ധക്ഷേത്ര ഹാളുണ്ട്. കുന്നിന്റെ മുകളിലേക്ക് വീണ്ടും പോയാൽ കനാലുകളും പാറയിലുള്ള ജലസംഭരണികളും കാണാം. ഇവയാണ് മുൻകാലങ്ങളിൽ മഴവെള്ളത്തെ വലിയ ടാങ്കുകളിലേക്ക് എത്തിച്ചിരുന്നത്. ഈ കേവ്സ് സ്ഥിരം സന്യാസി ആശ്രമങ്ങൾ ആക്കിയ ശേഷം ബുദ്ധന്റെ വാക്കുകൾ ഗുഹയിൽ ആലേപനം ചെയ്യപ്പെട്ടു. 3ാം നൂറ്റാണ്ടോടുകൂടി കാൻഹേരി കൊങ്കൺ തീരത്തുള്ള പ്രധാനപ്പെട്ട ബുദ്ധവാസസ്ഥലമായി ഇത് മാറി. 10ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബുദ്ധമത അധ്യാപകനായ അതിഷ രാഹുല ഗുപ്തയിൽ നിന്നും ബുദ്ധധ്യാനം പഠിക്കാനായി കൃഷ്ണഗിരി വിഹാരയിലെത്തി. ഇതൊക്കെയാണ് ഇതിന്റെ ചരിത്രത്തെപ്പറ്റി വിക്കിപീഡിയയിൽ പറയുന്നത്. ഇവിടെ വരുന്നതിൽ ഭൂരിഭാഗം പേർക്കും ഈ പുരാവസ്തു ശാസ്ത്ര അറിവുകൾ ഇല്ലാത്തവരാണെങ്കിലും എല്ലാവരും ഈ പ്രതിമകളും ഗുഹകളും അതിന്റെ പരിസരവും ഒക്കെ കണ്ട് നന്നായി ആസ്വദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളമില്ലാത്ത ഉണക്കുള്ള ഈ സമയമാകും കുട്ടികളുമായി വളരെ സുരക്ഷിതമായി വരാൻ പറ്റിയ സമയം. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടക്കുന്ന കുരങ്ങന്മാർ, സൂക്ഷിച്ചും കണ്ടു നിന്നാൽ കുരങ്ങന്മാരുടെ വികൃതികൾ നമുക്ക് കണ്ടാസ്വദിക്കാം.
കല്ലിൽ കൊത്തി ഉണ്ടാക്കിയതുപോലെയുള്ള വേസ്റ്റ് ബിന്നുകൾ, നീണ്ടുകിടക്കുന്ന പടികളും കൈവരികളും, പിന്നെ തല ഉയർത്തിയാൽ കാണാവുന്ന ഉയരത്തിലും ദൂരത്തിലുമുള്ള കേവ്സിന്റെ കാഴ്ചകളും ഒരു വേറിട്ട അനുഭവം തന്നെയാണ്. സുഹൃത്തുക്കളെ, പോകുന്ന വഴിക്ക് ഈ പാലം കണ്ടില്ലേ? ഉണക്കായതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. ഇതൊരു ഇരുമ്പ് പാലമാണ്. ഇതിന്റെ അടിയിൽ കൂടെയും മുകളിൽ കൂടെയൊക്കെ മഴക്കാലത്ത് ഭയങ്കര വെള്ളമായിരിക്കും. ശരിക്കും മഴക്കാലത്ത് വന്നാൽ ഇതിന്റെ മറ്റൊരു മുഖം കാണാം. കൽക്കുഴികളിൽ നിറയുന്ന വെള്ളം പടികളിലൂടെയും ഒക്കെ ആർത്തിരമ്പി ഒഴുകുന്ന വലിയ വെള്ളച്ചാട്ടം ഇവിടുത്തെ മെയിൻ കാഴ്ചയാണ്. 51 വ്യക്തതയുള്ള ലിഖിതങ്ങളും 26 ശിലാലിഖിതങ്ങളും കാൻഹേരിയിൽ കാണപ്പെടുന്നു. ഇതിൽ ബ്രഹ്മി, ദേവനഗിരി എന്നിവയിലുള്ളവയും ഗുവ 90-ൽ ഉള്ള 3 പഹ്ലാവി ശിലാലിഖിതങ്ങളും ഉൾപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു ലിഖിതത്തിൽ സതവഹാന രാജാവായിരുന്ന വിശിഷ്ടിപുത്ര സതകർണിയും രുദ്രദമന്റെ മകളുമായുള്ള വിവാഹത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. കാൻഹേരിയിൽ കാണപ്പെട്ട 494-495 കാലത്തെ ലിഖിതങ്ങൾ ത്രൈക്കുടക രാജവംശത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഒരുപാട് ചുവർ ചിത്രങ്ങൾ കാണപ്പെടുന്ന ഈ കേവ്സിൽ 34-ാം നമ്പർ ഗുഹയുടെ മുകൾ തട്ടിൽ ബുദ്ധന്റെ പൂർത്തിയാകാത്ത ഒരു ചിത്രവുമുണ്ട്. ഓരോ ഗുഹയിലും കയറിയും ഇറങ്ങിയും പടികൾ ചവിട്ടിക്കയറിയും ചില ഗുഹയിലെ ഇരുട്ടറയിൽ പതുങ്ങിക്കയറി നോക്കിയും ഈ സ്ഥലങ്ങൾ ഞങ്ങൾ നന്നായി ആസ്വദിക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് ഒരു കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ബുദ്ധമതത്തിന്റെ സ്വാധീനത്തിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കൂട്ടക്കണക്കിന് എനിക്ക് തോന്നുന്ന നമ്പറൊക്കെ ഫ്രണ്ടിലുണ്ട്. നമുക്ക് എണ്ണിയാൽ തീരാത്തത്ര വിശാലമായി കിടക്കുന്ന ഗുഹകളാണ്. ഭയങ്കര സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആർക്കിടെക്ചറാണ്. ഏതോ ഒരു കാലത്തുണ്ടാക്കിയതിൻ്റെ ഈ ആർക്കിടെക്ചർ അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. താഴത്തെ ആ ബുദ്ധമതത്തിൻ്റെ പ്രതിമകൾ കണ്ടല്ലോ, ബുദ്ധൻ്റെ പ്രതിമകളും, പിന്നെ ആ ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തിൻ്റെ സ്ട്രക്ചറും ഒക്കെ കാണാൻ എന്തൊരു ബ്യൂട്ടിഫുള്ളാണ്. കൻഹേരി കേവ്സ്, അതെ, ചിലപ്പോൾ ഇത് കൻഹേരി ഹിൽസ് വല്ലതും ആയിരിക്കും. അതിൻ്റെ മണ്ടയ്ക്കായിരിക്കും കേവ്സ്. എന്തായാലും വലിയൊരു പർവ്വത നിരയാണ് ഈ കാണുന്നത്. സോ ലെറ്റ്സ് ഗോ. ഇതിവിടുത്തെ ഒരു ഗുഹയിലെ കാഴ്ചയാണ്. 8 അഷ്ടഭുജ സ്തംഭങ്ങളിൽ താങ്ങി നിൽക്കുന്ന ഇവിടുത്തെ ഏറ്റവും വലിയ ദർബാർ ഗുഹ. 2 കൽബഞ്ചുകൾ ഒരുക്കിയിരിക്കുന്ന വലിയ ഡൈനിങ് ഹാൾ. ചിലയിടത്ത് ഈ ഉണക്കത്തും വറ്റാത്ത ചെറിയ കുളങ്ങൾ കാണാം. പൊളിഞ്ഞുപോയ ഭാഗത്തിനും അപ്പുറം ശേഷിക്കുന്ന ചരിത്രത്തിന്റെ ചില ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു വലിയ കുന്നിൻ പുറത്ത് കയറാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം തോന്നി. ചിലർ വേറിട്ട ഫോട്ടോകൾ പകർത്താനായി വിഷ്ണുവിന്റെ സഹായം തേടുന്നുണ്ട്. വിശാലമായ ഈ സ്ഥലത്തേക്ക് അനേകർ ബസ്സിൽ കയറി വരുന്നുണ്ടെങ്കിലും അതൊന്നും ഇവിടെ തികയുന്നില്ല. ഞങ്ങൾ ശരിക്കും യാത്രയുടെ ഫുൾ എക്സൈറ്റ്മെന്റ് നിലനിർത്താൻ വേണ്ടി പൊതുവെ പോകുന്ന സ്ഥലത്തിന്റെ വീഡിയോകളൊന്നും നേരത്തെ കണ്ടു നോക്കാറില്ല. അതുകൊണ്ട് റിസ്ക്കുമുണ്ട്. ആ റിസ്കിനുള്ള റിട്ടേൺ, അത് പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ നേരിടുമ്പോൾ, അവയുടെ ക്ലൈമാക്സിൽ കിട്ടുന്ന മനോഹരത്വം നിറഞ്ഞ കാഴ്ചകളിൽ എത്തി നിൽക്കുമ്പോൾ, അത് കണ്ടു കഴിയുമ്പോൾ അതിനനുസരിച്ചൊരു സന്തോഷമുണ്ട്. ആ ഒരു ഫീൽ മറ്റൊന്നിനും തരാൻ കഴിയത്തില്ല. പക്ഷെ എല്ലാവർക്കും ഒന്നും ഈ റിസ്ക് ഇഷ്ടമല്ലായിരിക്കും, പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നവർക്ക്. എന്തായാലും 3/4% കേവ്സും കണ്ട് ഞങ്ങൾ തിരികെ പോകാൻ വേണ്ടി ബസ് കയറുവാണ്. ബസ്സിൽ കയറി യാത്ര തുടങ്ങി. അങ്ങോട്ട് കയറിയ ആ വലിയ കയറ്റം കുലുങ്ങി പതുക്കെ ഇറങ്ങുവാണ്. പാറകൾ നിറഞ്ഞ ഉണങ്ങി വരേണ്ട കാട്ടിനുള്ളിലൂടെ 6 കിലോമീറ്റർ തിരികെയുള്ള യാത്രയാണ്. ഞങ്ങളുടെ മുംബൈ യാത്രകൾ തീരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.